ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ തൂക്കിയെടുത്ത് പോലീസ് വാനിൽ കയറ്റുന്നു. തൊട്ടു പിന്നാലെ ന്യായീകരിക്കാനെത്തിയ ബിജെപിയുടെ പ്രമുഖ നേതാവായ മുകുൾ റോയിയെ വാനിലേക്ക് പോലീസുകാർ തള്ളിയിടുന്നു. ഇത് മമതയുടെ ബംഗാളിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒരുതരം രസകരമായ കാഴ്ചയാണ്. അതെ, മമത തന്നെയാണ് ഹീറോ. ആ പെൺകരുത്തിന് മുന്നിൽ സംഘപരിവാർ അടിയറവ് വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ദക്ഷിണ കൊൽക്കത്തയിലെ ടോളിഗഞ്ചിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ടോളിഗഞ്ചിയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ദേശീയ ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി വിജയ് വർഗിയെ വിളിക്കുന്നു. എല്ലാവിധത്തിനും കൂടെ നിൽക്കാൻ മുകുൾ റോയും എത്തിയതോടുകൂടി വലിയ ഒരു റാലി ബി.ജെ.പി. മമതയുടെ ബംഗാളിൽ സംഘടിപ്പിക്കുന്നു. ये सामंतशाही है, अप्रजातांत्रिक कार्य है ममता जी का। सीए का समर्थन करने वाली रैली में इन लोगों ने परमिशन होने के बाद भी हमको गिरफ्तार किया है। ये बिल्कुल तानाशाही है, अप्रजातांत्रिक सरकार है और इस सरकार को बंगाल गणतंत्र खतरा में है। बंगाल में कहीं डेमोक्रेसी नहीं है। हम लोग का सीए का सपोर्ट में जो आज शोभा यात्रा निकालने के बाद था, वो परमिशन के बावजूद वो लोग हम लोग को गिरफ्तारी करके ले जा रहा है। ये तनाशाही चल रहा है बंगाल में। ये तनाशाही आज ज्यादा दिन चलेगा नहीं। പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കുന്നത് കൊണ്ട് മമത ആ റാലിക്ക് അനുമതി നിഷേധിക്കുന്നു. ഒരു കാരണവശാലും മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാനുള്ള ബി.ജെ.പിയുടെ നീക്കത്തിന് അനുകൂല നിലപാടെടുക്കാൻ മമത തയ്യാറാകുന്നില്ല. അതിനാൽ രണ്ടും കൽപ്പിച്ച് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘവും റാലി തുടങ്ങുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ കേന്ദ്രം കയ്യിലുള്ള ആളായതുകൊണ്ട് തന്നെ പോലീസുകാർ തന്നെ തൊടില്ല എന്ന നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വർഗിയക്ക്. പക്ഷേ കൈലാഷ് വർഗിയയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പിച്ചുകൊണ്ട് മമത പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നു. റാലി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാത്തി ചാർജ് തുടങ്ങിക്കോളണം. അങ്ങനെ രണ്ടടി കിട്ടുന്നു ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ കൈലാഷ് വർഗിയക്കും കൂടെ നിൽക്കുന്ന ബി.ജെ.പിയുടെ പ്രമുഖ നേതാവ് മുകുൾ റോയ്ക്കും. അതെ, ഇത് മമതയുടെ സ്വന്തം ബംഗാളാണ്. ഇങ്ങനെയാകണം രാജ്യത്തെ മനുഷ്യരെ രണ്ടായി വിഭജിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നതിനപ്പുറത്ത് ആ നിയമത്തെ ന്യായീകരിച്ച് തെരുവിലിറങ്ങുന്നവർക്ക് മറുപടി നൽകേണ്ടത് മമതയെ കണ്ടുപഠിച്ചായിരിക്കണമെന്ന് ചില ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ദേശീയ നേതാവെന്നല്ല അമിത്ഷാ പോലും വന്നാലും മമതയുടെ തീരുമാനം ഇത് തന്നെയായിരിക്കും. ഇതാണ് മമത, ഇതാണ് ആ പെൺകരുത്ത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.